വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഹാർഡ് കോർ വേൾഡ് ക്രിയേറ്റ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. യെസ് ഓക്കെ, നമുക്കിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഇതിലൊക്കെ പോകണം അല്ലെങ്കിൽ ഗൈസ് ഇതിൽ പോവാം. ഓക്കെ ഗൈസ്, എന്നിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ആവട്ടെ ഗൈസ്. ഇത് എന്താണ് ക്രിയേറ്റ് ആവാത്തത്? കുറേ നേരം എടുക്കണ്ടല്ലോ ക്രിയേറ്റ് ആവാൻ. ഓക്കെ ഗൈസ്, ക്രിയേറ്റ് ആയിട്ടുണ്ട്. അയ്യോ ഹാർഡ് കോറിലെ ഗൈസ് ചെറിയൊരു ഇത് പറ്റി ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മളത് മാറ്റിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ വേറൊരു വേൾഡ് എടുക്കുകയാണ് ഗൈസ്. ഹാർഡ് കോർ വേൾഡാണ് ഗൈസ്. ഗൈസ് ഇത് ക്രിയേറ്റ് ആവട്ടെ ഗൈസ്. ഓക്കെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഐശ്വര്യ പൂർണ്ണമായ അയ്യോ കേവ് നമുക്കപ്പോൾ നമ്മുടെ വുഡ് പറിക്കാം. നമ്മൾ വുഡ് പറിക്കാൻ പോവാണ് ഗൈസ്. നമുക്ക് വുഡ് പറിക്കാം. അവിടെ ഒരു വുഡ് കാണാനില്ലല്ലോ. അതേ ഇരിക്കുന്ന വുഡ്. അതേ വുഡ് കിട്ടി അക്കേഷ്യ വുഡ്. അയ്യോ വീണ് ചാവില്ല കേട്ടോ. വുഡ് അയ്യോ വീണ് ഗൈസ്. ഇനി നമുക്ക് വുഡ് പൊട്ടിക്കാം ഗൈസ്. വുഡ് പൊട്ടിക്കാം ഗൈസ്. വുഡൊക്കെ വെട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതൊന്നും പൊട്ടുന്നില്ലല്ലോ. ഇപ്പോൾ വീണാനെ അതെൻ്റെ കയ്യിൽ വരണം. എൻ്റെ കയ്യിൽ വരില്ലെന്ന് തോന്നുന്നു. അതവിടെ വീണ് അവിടെ കിടക്കട്ടെ. അല്ലെങ്കിൽ വേണ്ടത് ഇരുന്നോട്ടെ. അയ്യോ ചത്തേനെ പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ഇപ്പോൾ വീണ് ചത്തേനേന്ന്. പിന്നെന്താ, ഞാൻ പേടിത്തോണ്ടൊന്നുമില്ല. പേടിത്തോണ്ടൻ എനിക്കൊന്നും കുട്ടി. അല്ല കുട്ടി, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. പേടിത്തോണ്ടൻ. അയ്യോ ഞാൻ പേടിത്തോണ്ടനല്ല. അയ്യോ എത്തി ഞാൻ ഭാഗ്യം. എന്റെ ഹാർട്ട് അടിച്ചു പോയി. എന്റെ ഹാർട്ട് അടിച്ചു പോക്കോട്ടെ. സീൻ്റെ ഗൈസ് നമ്മളപ്പോൾ ചെറിയൊരു ജൂനിയർ ക്രീം ആയിട്ടുണ്ട് ഗൈസ്. ഈ സാൻഡ് കാണാൻ ബാത്റൂമിലെ പതറ പോലെയുണ്ട്. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കാം. നമുക്ക് ഇതിന്നൊരു പിക്കാക്സ് ഉണ്ടാക്കാം ഗൈസ്. ഇനി നമുക്ക് അവിടെ പോയി കല്ലെടുക്കാം. അവിടെ നിന്ന് കല്ലെടുക്കണതിനേക്കാളും നല്ലത് വേറെ എവിടെയെങ്കിലും പോയി എടുക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇവിടെ നിന്ന് തന്നെ എടുക്കാം. ചാടിയിട്ട് പതുക്കെ ഈ പതുക്കെ കല്ല് പൊട്ടിക്കണം ഗൈസ്. റെസിപ്പിയൊക്കെ അൺലോക്കാവുണ്ട് ഗൈസ്. പിന്നെ അല്ല ഗൈസ് എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്? ആ ചാട്ടം പെടയുന്നില്ലേ ഗൈസ്? ഹൈ ജമ്പ് ഡ്രീമിൻ്റെ അത്ര ഒന്നും വരില്ല, എന്നാലും ഒരു ചെറിയൊരു ഹൈ ജമ്പ്. ഇപ്പം മറ്റുള്ളവർക്കൊക്കെ ചാടാൻ പറ്റും ഗൈസ്. ഗൈസ് നമ്മുടെ ഹാർഡ് കോർ ആയിരുന്നു, അത് വേറെ കാര്യം. സീൻ്റെ ഇടയിൽ കൂടെ ചാടി ഗൈസ്, അതാണ് സീൻ. ഹോളിൻ്റെ ഇടയിൽ കൂടെ ചാടിയതാണ് കേട്ടോ. ഇത് ഈ വർഷം ഒന്നും പൊട്ടിത്തീരുന്നെനിക്ക് തോന്നുന്നില്ല ഗൈസ്. 2-3 ഇതാവും തോന്നുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ഗൈസ്. വർഷമൊന്നും എടുക്കില്ല, 2-3 നൂറ്റാണ്ട് വേണ്ടി വരും കല്ല് പറിക്കണം. തൽക്കാലം ഇത് മതി ഗൈസ്. നമുക്ക് ഗോളൊന്നും വേണ്ട ഗൈസ്. പിന്നെ 24 കല്ല് പറിക്കല് ആണ് നമ്മുടെ ഗോൾ ഗൈസ്. 24 കല്ല് നമ്മൾ പറിച്ചിരിക്കുന്നു ഗൈസ്. അടുത്തത് 50 കൊബിൾ സ്റ്റോൺ നമുക്ക് എടുത്തേക്കാം ഗൈസ്. നമ്മുടെ ഈ പിക്കാക്സിന് താങ്ങണത് എത്രയാണാവോ ഗൈസ്? ഗൈസ് നമ്മുടെ പിക്കാക്സിന് താങ്ങണത്ര നമ്മുടെ പിക്കാക്സിന് 60 സ്റ്റോൺസ് അങ്ങടാൻ തോന്നുന്നുണ്ട്. മൈൻഡ് ചെയ്യാൻ പറ്റുക. എന്തായാലും ആയിക്കോട്ടെ ഗൈസ്. നമുക്ക് അപ്പോൾ ഇത് പൊട്ടിച്ചോണ്ടിരിക്കാം. പൊട്ടിക്ക് ഗൈസ്. പൊട്ടിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. പൊട്ടിച്ചിട്ട് റെഡിയാണല്ലോ. പെട്ടെന്ന് ഫാസ്റ്റ് പോയിട്ട് വേറെ പണിയുണ്ട് ഗൈസ്. ഡ്യൂറബിലിറ്റി തീർന്ന പിക്കാക്സിൻ്റെ. പിക്കാക്സ് 50 എണ്ണം അതിൻ്റെ ഗൈസ്. 50 എണ്ണം മതി ഗൈസ്. 50 എണ്ണം മതി. അതിന് തിരിച്ച് കയറണം ഗൈസ്. അത് ബാത്റൂമിൽ പതിയിൽ ചവിട്ടി പറന്ന് കയറുന്നു. ഇത് എന്താടാ പട്ടി കുറയ്ക്കണത്? എടാ പട്ടി കുറയ്ക്കണേന് ഒരു ഇത്ര സൗണ്ട് ഗൈസ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കേൾക്കുന്നുണ്ടാവില്ല ഗൈസ്. കാരണം പട്ടി അമ്മയുടെ സൗണ്ടിലാണ് കുറയ്ക്കണത് ഗൈസ്. ഞാൻ പറയണേക്കാളും സൗണ്ടിൽ പട്ടി കുറയ്ക്കുന്നുണ്ട് ഗൈസ്. പിന്നെ അല്ല, എന്നെക്കാളും സൗണ്ട് ഉണ്ട് പട്ടിക്ക്. ഞാനൊരു പട്ടിയായി ഗൈസ്. സോറി പറ്റിയതാ. എല്ലാവർക്കും എന്നെ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അതെന്താ ഒരു കുഞ്ഞ പട്ടി കറിയണ സൗണ്ട്. ജെറീനെ പറ്റി അടിച്ചാ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തോണ്ട് പോവാൻ ഗൈസ്. നമുക്കൊരു ബെസ്റ്റ് ഹൗസ് വെക്കണം ഗൈസ്. ബെസ്റ്റ് ഹൗസ് ഗൈസ്. എനിക്കൊരു ഹൗസ് കിട്ടി ഗൈസ്. ആ ഹൗസ് വർക്ക് ചെയ്യൂ ഗൈസ്. ഞാൻ ആ ഹൗസ് ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. എനിക്ക് ഇങ്ങനത്തെ ഹൗസൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്.
ഗൈസ് മൗണ്ടൈൻ ആയതുകൊണ്ട് ചിലപ്പോൾ മറ്റേ ഇൻഫിനിറ്റി അതൊക്കെ സാധനം പിന്നെ ഗൈസ് മറ്റേ മൗണ്ടൈൻ്റെ ഒക്കെ ഇതായതുകൊണ്ട് ഇപ്പോൾ ചാർജർ ക്രീപ്പർ ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ഗൈസ്. ചാർജർ ക്രീപ്പർ പൊട്ടിയാൽ ചാവും, അത്ര ഉള്ളോ? ചത്താ ചാവും ഗൈസ്, അത്ര ഉള്ളോ ഗൈസ്. റിയൽ ലൈഫാ? ആ ഞാൻ ഇപ്പൊ ഗൈസ് നമ്മുടെ ഈ വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് ഗൈസ് ചാർജർ ക്രീപ്പറിനെ. എനിക്ക് അങ്ങനെയാണ് തോന്നണത് ഗൈസ്. എന്തെങ്കിലും ആയിക്കോട്ടെ. പിന്നെ ഗൈസ് നമ്മൾ മൗണ്ടൈൻ്റെ ഒരു ഭാഗത്താണ് ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഗൈസ്. ഇനി കാണാൻ പറ്റിയില്ലല്ലോ, എന്നെ പിടിച്ചാരും തല്ലരുത്. ഒന്നും കാണാനില്ല മേളിൽ ചാർജർ ക്രീപ്പറിൻ്റെ കാര്യം കൂടി ആയി ഗ്ലിച്ച്. ഓ ഗൈസ് നമ്മളപ്പോൾ മൈൻഡ് ചെയ്തോണ്ടിരിക്കുകയാണ് ഗൈസ്. ഏഞ്ചൊന്ന് മൈൻഡ് ചെയ്യണം ഗൈസ്, ഏഞ്ചൊന്ന്. बीजेम राम बीजेम नहीं है ഗൈസ് നൈറ്റ് ആവും ഗൈസ്. ഇപ്പം നൈറ്റ് ഇപ്പം ആവും ഗൈസ്. ഷോട്ടപ്പ് എന്ന് പറഞ്ഞ് നൈറ്റ് ആവും ഗൈസ്. ഇനി ഇതിന് എങ്ങനെ പോണു? ആ മനസ്സിലായി ഗൈസ്. ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് ട്രാപ്പ് ഡോർ ഒരെണ്ണം ഉണ്ടാക്കണം. ആ ട്രാപ്പ് ഡോർ ഇട്ടിരിപ്പുണ്ട് ഗൈസ്. വുഡ് കഴിയാറായി ഗൈസ്. വുഡ് പോയി പറക്കേണ്ടി വരും ഗൈസ്. നൈറ്റായി പിന്നെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഓക്കെ നമ്മൾ അത് എന്താ അത് അയ്യോ ഷിറ്റ് പന്നിക്കുട്ടി. ഞാൻ റൗണ്ടിനെ വന്നിട്ട് ചാർജ് ക്രീപ്പറാന്ന് വിചാരിച്ചു. ആ പന്നി ഓടല്ലേ പന്നി. ടെക്നോബ്ലേഡ് സോറി അയ്യോ ടെക്നോബ്ലേഡ് നമ്മൾ കഴിക്കാൻ പോണ കേസ്. ടെക്നോബ്ലേഡ് മരിച്ചിട്ട് ഇപ്പോൾ 3 വർഷമാകാൻ പോണ കേസ്. പിന്നല്ലേ My name is baby Technoblade never dies. Technoblade never dies. ഓക്കെ നമുക്ക് മേളിൽ കയറാം. ദേടാ ചാർജ് ക്രീപ്പർ. ഹായ് ചാർജ് ക്രീപ്പർ. അയ്യോ ലെവൻ്റെ അടുത്ത് പോയാൽ ലെവൻ നമ്മളെ കൊല്ലുമായിരിക്കില്ലേ? ലെവൻ്റെ അടുത്ത് പോവാം. എന്താടാ കുട്ടാൻ നോക്കണേ? ഓടാ സ്ഥലം ഉണ്ടല്ലോ. അവൻ്റെ പൊട്ടി തീർന്നോട്ടെ. കണ്ടോ അത്ര ഭാഗം പൊളിച്ചിട്ട്. ചാർജ് ക്രീപ്പർ ഫുൾ സെറ്റ് തന്നെ അത്ര റേറ്റ്. ആർമറിട്ട് പോയാൽ വരെ അവൻ കൊല്ലി. ചാർജ് ക്രീപ്പർ കയറാൻ ഗൈസ്. അയ്യോ ഗൈസ് മേളിൽ കയറാൻ പറ്റുന്നില്ല ഗൈസ്. അയ്യോ കയറി ആ കയറി. ഇതിനകത്ത് ഫുള്ളി ഇരുട്ടാ. നമുക്ക് കോൾ വേണം. കോളില്ലെങ്കിൽ ടോർച്ച് ഉണ്ടാവില്ല. ഫർണൻസ് വയ്ക്കാം. ഫർണൻസിൻ്റെ അകത്ത് ട്രാപ്പ് ഡോറൊക്കെ ഇത് കത്തിച്ചാൽ മതി തൽക്കാലം. അതൊക്കെ ഉള്ളോ? പിക്കാക്സാ? ആ എന്നാൽ പിക്കാക്സ് ഇട്ട് അടിക്കാം. ഫർണൻസ് കത്തുന്നതാണ് നല്ല ഭംഗിയുണ്ടായിരുന്നല്ലേ ഗേസ്. പുറത്തിറങ്ങണോ ഗേസ്? ഇറങ്ങിയേക്കാം. ദൈവമ്മേ ഇതൊക്കെ എന്താണ് ഗേസ്? നമുക്ക് കുറച്ച് ചാവല്ലേ കോള്. നമ്മുടെ കോൾ എന്താന്ന് വെച്ചാൽ 10 കോൾ മതി. ആ എന്നാ കിട്ടണം അത്ര കോൾ. അതാണ് നമ്മുടെ ഗോൾ. ചാർജ് ക്രീപ്പർ ഒന്ന് പൊട്ടിയത് നന്നായി ഗൈസ്. നമ്മൾ കോള് കണ്ടുപിടിച്ച് കഴിഞ്ഞ പന്നിക്കുട്ടി. ഇനി ഞാൻ വെറുതെ വിട്ടതാ. അപ്പോൾ ശരി.